ഹേ ഗായ്സ്, കാസർഗോഡ് പഠിക്കാൻ പോയിട്ട് കാസർഗോഡ് ഒരു ഫെസ്റ്റ് വരുമ്പോൾ പോകാണ്ടിരിക്കുന്ന മോശമല്ലേ? നമ്മൾ എന്തായാലും വീട്ടിൽ പോയിരിക്കും. അപ്പം പിന്നെ അതിനു മുമ്പ് ഒന്ന് ഫെസ്റ്റ് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. സോ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ ഫെസ്റ്റിലേക്ക് അങ്ങ് പോയി. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യമേ ഞങ്ങളുടെ കണ്ണിൽ അട്രാക്റ്റ് ആയത് ഇവിടുത്തെ പെറ്റ് ഫോറസ്റ്റാണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അങ്ങോട്ട് നേരെ ഒരു ടിക്കറ്റ് കൊടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കിളീനെയും കുയിലിനെയും അങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ കാണാൻ പറ്റും. ലൈക്ക് ബേർഡ്സിനെ എല്ലാം കാണാൻ പറ്റും. ബേർഡ്സിനെയൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മൾ വന്ന കാര്യത്തിലോട്ടങ്ങ് കിടക്കട്ടെ. നമുക്ക് കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസിനെ എടുക്കണമായിരുന്നു. ഇതിനെയൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇവിടെ? ശരിക്കും നല്ല സോഫ്റ്റ് സ്കിന്നായിട്ടുള്ള ഇത് ഭംഗിയല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ, നല്ല ഫീൽ ഇതിനെയൊക്കെ എടുത്തു കഴിയുമ്പോൾ. ആൻഡ് ഈ ഹസ്കിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. ആൻഡ് ഇതാണ് എനിക്കിട്ടുള്ള പണി. എനിക്ക് ഇഗ്വാനേനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാളായിട്ട്. പക്ഷേ ഇത് എന്നെ മാന്തി ഇല്ലാത്തത് വലിയ എന്തോ ഭാഗ്യം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയി. എന്ത് രസമാണ് ഫിഷിനെയൊക്കെ കാണാൻ. എല്ലാം കൂടി ഫുഡിന് വേണ്ടി അങ്ങ് ഭയങ്കര ആക്രാന്തമായിരുന്നു. ഫസ്റ്റ് ബേർഡ്സിനെ ഫീഡ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ബേർഡ്സ് ഓവർ ഫീഡായിപ്പോയി. സോ അവിടെ ചെന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി. പെറ്റ് ലവർ ആണെങ്കിൽ ശരിക്കും ഈ 100 റുപ്പീസ് നല്ല വർത്താണ്. ശരിക്കും നമ്മളിവിടെ വന്നത് രമ്യ നമ്പീശൻ്റെ കൺസേർട്ട് കാണാൻ വേണ്ടി. അത് മിസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിനി അങ്ങോട്ട് പോകട്ടെ. ഡാലി ഇതിവിടെ വെച്ച് തീരുന്നില്ല. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.